1946 ഡിസംബർ 6. അപ്പോൾ 6 നമുക്ക് കണക്ട് ചെയ്യാൻ എളുപ്പമുണ്ട്. 1946 ഡിസംബർ 6. ഈ 1946 ഡിസംബർ 6-നാണ് ഒരു ഭരണഘടനാ നിയമനിർമ്മാണ സഭ രൂപീകൃതമാകുന്നത്. അപ്പോൾ ഇന്ത്യയുടെ ഭരണഘടനാ നിയമനിർമ്മാണ സഭ രൂപീകൃതമാകുന്നത് 1946 ഡിസംബർ 6-നാണ്. അപ്പോൾ അന്ന് രൂപീകൃതമാകുന്നു. ഇനി ഇതേപോലെ തന്നെ 1946 ഡിസംബർ 9-ന്, അതായത് 3 ദിവസം കഴിഞ്ഞ് ഡിസംബർ 9-ന് ആദ്യത്തെ മീറ്റിംഗ് ഡൽഹിയിൽ വെച്ച് നടക്കുകയാണ്. അപ്പോൾ ഭരണഘടനാ നിയമനിർമ്മാണ സഭയുടെ ആദ്യത്തെ മീറ്റിംഗ് 1946 ഡിസംബർ 9-ന് ഡൽഹിയിൽ വെച്ച് നടക്കുകയാണ്. അപ്പോൾ ഈ പറയുന്ന മീറ്റിങ്ങിൽ പങ്കെടുത്ത ഫസ്റ്റ് മീറ്റിംഗ് ആണ്. അപ്പോൾ ഈ മീറ്റിംഗിൽ പങ്കെടുത്ത അംഗങ്ങൾ എന്ന് പറയുന്നത് 207 അംഗങ്ങൾ മാത്രമേ ഒന്നാമത്തെ മീറ്റിംഗിൽ പങ്കെടുത്തുള്ളൂ. അതായത് 389 അംഗങ്ങളെ തിരഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ 207 മെമ്പേഴ്സാണ് ആദ്യത്തെ മീറ്റിംഗിൽ എന്ത് ചെയ്തത്, പങ്കെടുത്തത്. അപ്പോൾ മീറ്റിംഗിൽ പങ്കെടുത്ത വനിതകൾ എന്ന് പറയുമ്പോൾ 9 വനിതകളാണ് 1946 ഡിസംബർ 9-ലെ മീറ്റിംഗിൽ പങ്കെടുത്ത വനിതകൾ എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യത്തെ മീറ്റിംഗിൽ സംസാരിച്ച വ്യക്തി എന്ന് പറയുന്നത് JB കൃപലാനിയാണ്. അപ്പോൾ ഫസ്റ്റ് സ്പീക്കർ എന്ന് പറയുന്നത് JB കൃപലാനിയാണ്. കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിൽ അല്ലെങ്കിൽ ഭരണഘടനാ നിയമനിർമ്മാണ സഭയിലെ ആദ്യമായിട്ട് സംസാരിച്ചത് JB കൃപലാനിയാണ്. ഇനി അന്നത്തെ ഒരു താൽക്കാലിക അധ്യക്ഷനെ തിരഞ്ഞെടുത്തു. 1946 ഡിസംബർ 9-ലെ ഫസ്റ്റ് മീറ്റിംഗിൽ ഒരു താൽക്കാലിക അധ്യക്ഷനെ തിരഞ്ഞെടുത്തു. ആ താൽക്കാലിക അധ്യക്ഷൻ എന്ന് പറയുന്നത് ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയാണ്. അപ്പോൾ ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയെ ഒരു താൽക്കാലിക അധ്യക്ഷനായിട്ട് എന്ത് ചെയ്തു, അന്നത്തെ മീറ്റിംഗിൽ തിരഞ്ഞെടുത്തു. ഇനി